ഇതെന്താണെന്ന് മനസ്സിലായോ? ഒരു മീൻകറി പോലെ തോന്നുന്നുണ്ടല്ലേ? എന്നാല് മീൻകറി അല്ല. നോമ്പ് കാലത്ത് മീൻകറി കഴിക്കും പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു കറി. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കണ്ടേ? വായോ. ഇത് 2 കാ വെച്ചിട്ടുള്ള ഒരു കറിയാ. കണ്ടോ? ആദ്യം തന്നെ ഈ കായില്ലേ, തൊലി അങ്ങ് കളയാവേ. രണ്ടായിട്ടിങ്ങനെ മുറിച്ചിട്ട് നല്ല വിളഞ്ഞ ഏത്തക്ക വേണം കേട്ടോ. പച്ച വാഴയ്ക്ക. ഇതിനെ നമുക്കൊന്ന് നടുക ഇങ്ങനെ 3ആയിട്ടൊന്ന് മുറിക്കാവേ. ഇത്തിരി കട്ടി വേണ്ട. കറയൊക്കെ ഒന്ന് പോട്ടെ. നന്നായിട്ട് കഴുകി എടുത്തോണ്ട് വരാവേ. നമുക്ക് ഈ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങളെ, കുറച്ച് മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, മല്ലിപ്പൊടി, ഉലുവ, കടുക്, പിന്നെ കുറച്ച് ജീരകപ്പൊടി, പിന്നെ വാളംപുളി പിഴിഞ്ഞതാണേ, പിന്നെ ഒരു മുറി തേങ്ങ, ഒരു സവോള ഇങ്ങനെ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാന്ന്. ഇതിലേക്ക്, ഈ വാഴക്കയിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ലേശം ജീരകപ്പൊടിയെ, കുറച്ച് ഉപ്പ്, എല്ലാം കൂടെ ഒന്ന് മസാല പുരട്ടി വെക്കാവേ. എല്ലാം 1/4 സ്പൂൺ വെച്ചിട്ടേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഓക്കെ. നമ്മളൊരു പാൻ എടുത്തു. സ്റ്റൗ ഒക്കെ ഓൺ ചെയ്യാം. ചട്ടി ചൂടാവട്ടെ. ഇറച്ചിയും മീനും ഒക്കെ കുറച്ച് ദിവസത്തേക്കിന് ഒഴിവാക്കി നിൽക്കുന്ന ഈ സമയത്തേ ഏത്തവാഴയ്ക്ക വെച്ചിട്ട് നമുക്ക് മീൻകറി പോലെ ഒന്ന് വെച്ചാലോ? നല്ല ടേസ്റ്റാ. ഉണ്ടാക്കി നോക്കിക്കോ, അടിപൊളിയാ. അപ്പം ചോറിനും ബാക്കി അപ്പത്തിനും ഒക്കെ പറ്റുവേ. മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. ഈ കറിക്ക് വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ, നിർബന്ധം. എണ്ണ ചൂടായപ്പം നമുക്കിങ്ങനെ നമ്മുടെ വാഴയ്ക്കൊക്കെ ഇങ്ങനെ പെറുക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറു തീയിലിട്ടിട്ട് നമ്മുടെ വാഴയ്ക്കൊക്കെ തിരിച്ചും മറിച്ചുമൊക്കെ ഇടണം കേട്ടോ. ഇത് വേഗണ്ടേ. 2 സൈഡും അപ്പുറം ഇപ്പുറം വേഗണേ. കായൊക്കെ നമുക്ക് 2 സൈഡും ആയിട്ടുണ്ട് കേട്ടോ. ഇതിനി കോരിങ് എടുക്കാം. ഈ എണ്ണയിലേക്ക് നമ്മളെ ഒരു മുറി തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കറിയുടെ അരപ്പിലേക്കുള്ള തേങ്ങയാണ്. ഇത് നല്ലപോലെ റോസ്റ്റ് ആവുമൊന്നും വേണ്ട. ഒന്ന് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുമ്പം പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കണം. ഈ സമയം തന്നെ നമ്മുടെ ഇപ്പുറത്തെ അടുപ്പും കൂടെ കത്തിച്ചേക്കാവേ. കറിക്കുള്ള പരിപാടിയും കൂടെ നോക്കിയേക്കാം. തേങ്ങ ഒന്ന് ഏകദേശം ഒന്ന് ജലാംശം വറ്റി ഒന്ന് ചുമന്ന് വരുന്ന ആ നേരത്തുണ്ടല്ലോ, നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഈ ചെറിയ സ്പൂണിന് 1 സ്പൂൺ ഇട്ടേക്കുന്നത്. 1 സ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്ക് പതിയെ സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. ഇതൊന്ന് തണുത്തോട്ടെ. തണുത്ത് കഴിഞ്ഞിട്ട് അരച്ചെടുക്കണം. വേറൊരു പാൻ അടുപ്പ് വെച്ചു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു പിഞ്ച് ഉലുവ ചൂടായി വരുമ്പോൾ 1 സ്പൂൺ കടുക്. കടുകൊക്കെ പൊട്ടി വന്നപ്പം 2 വറ്റൽമുളക് മുറിച്ചിട്ടു. ആ കൂട്ടത്തിൽ തന്നെ സവോള ഉണ്ടോ, ഒരെണ്ണം ചെറുതാക്കി കൊത്തിയിരുന്നതാണേ. അത്, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ വഴറ്റാവേ. സവോളയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ 1 തക്കാളി മുറിച്ചതാണ്, അതും കൂടി ഒന്ന് ഇട്ട് വിട്ടേക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴന്നോട്ടെ. പിന്നെ നമ്മളുടെ തേങ്ങ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന മസാലയില്ലേ, അതങ്ങ് ചേർത്ത് കൊടുക്കാവേ. ഈ എരിവെല്ലാം ഇതിനകത്തുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും ഇതിനകത്ത് എരിവിൻ്റെ ആവശ്യമില്ല. ഒഴിച്ചു കൊടുക്കാം.
കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കണം. ഇനി നമ്മുടെ പുളിവെള്ളം ഒഴിക്കണം. ഉപ്പ് ചേർക്കണം. ഇതാ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലാണ് പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതും കൂടെ ഒഴിക്കാം. പാകം നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. കുറച്ച് ആദ്യം ഒഴിക്കാം, വേണമെങ്കിൽ ഇനി ഒഴിക്കാവേ. ഇനി കുറച്ച് ഉപ്പ് പാകത്തിന്, നമ്മുടെ കായലിട്ട ഉപ്പ് മാത്രമേ ഉള്ളൂ. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർക്കണം. കറി നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ തിളച്ചു വന്നു. അപ്പം നമ്മുടെ കഷ്ണങ്ങൾ അങ്ങോട്ട് പെറുക്കിയിടാം. കായുടെ കഷ്ണങ്ങൾ. ആരെങ്കിലും പറയുമോ മീനല്ല എന്നല്ലേ? വറുത്ത വെച്ചേക്കുന്ന കണ്ടിട്ട്. തീയൊക്കെ ഒന്ന് കുറച്ചേക്കുക. ഇനി പരിപാടി ഒന്നുമില്ല. ഇതാ 2 കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ടേക്കുക. 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ചേക്കണം. സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു. ഒരു 2 സെക്കൻഡ് വെച്ചിട്ട് നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. അവിടെ ഇരിക്കട്ടെ. കറിയൊക്കെ ഒന്ന് തുറന്നു നോക്കാം. ഇതാ ഇരിക്കുന്നു നമ്മുടെ മീൻകറി. നോമ്പ് കാലത്ത് കൊണ്ടുള്ള ഒരു മീൻകറി അടിപൊളിയാണ്. ചോറിനാണെങ്കിലും കപ്പയ്ക്കാണെങ്കിലും ചപ്പാത്തിക്കും ഒക്കെ പറ്റുന്ന ഒരു കറിയാട്ടോ. നോമ്പ് കാലത്ത് കൂട്ടാൻ പറ്റുന്ന ഒരു കൊണ്ടുള്ള ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻകറി പോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാ കഴിച്ചു നോക്കണ്ടേ. ഒരു പാത്രത്തിലേക്ക് കുറച്ചെടുക്കാം. നല്ല കഷ്ണം മീൻ കണ്ടോ കിടക്കുന്നത്? കഷ്ണം മീൻ കിടക്കുന്ന പോലെ ഒരു പീസ് എടുത്തു. മീനാന്ന് ഓർത്തിട്ട്. ഓ ചൂട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ.